ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് പ്രഖ്യാപനങ്ങൾക്കിടയിലും ഓട്ടോമൊബൈൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ കമ്പനികൾക്ക് നികുതി ഇളവ് നൽകാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഡോ ജോൺസ് 1.14%, S&P 1.12%, നാസ്ഡാക്ക് 1.46% ഉയർന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്, മെക്സിക്കോ, കാനഡ എഗ്രിമെൻറ്റ് ഫോളോ ചെയ്യുന്ന ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് ഒരു മാസത്തെ താരിഫ് എക്സംഷനും പ്രഖ്യാപിച്ചു. അഡീഷണൽ താരിഫ് എക്സംഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഓട്ടോമൊബൈൽ കമ്പനികൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഫോർഡ്, ജനറൽ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ 5 മുതൽ 7% ഉയരുകയും ചെയ്തു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മിഡ് ക്യാപ് സെക്ടറിലും സ്മോൾ ക്യാപ് സെക്ടറിലും മികച്ച ബൈയിങ് മൊമെൻറ്റം വരികയും എക്സംഷൻ, അതായത് താരിഫ് എക്സംഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അല്ലെങ്കിൽ താരിഫ് എക്സംഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ പോസിറ്റീവ് ന്യൂസുകൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് കാണാൻ സാധിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. നിഫ്റ്റി 1.15% ഉയർന്നപ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായ സെല്ലിംഗ് നടത്തുകയാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2895 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. തുടർച്ചയായ 10ാമത്തെ ട്രേഡിംഗ് സെഷനിലാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തുന്നത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ തുടർച്ചയായ 20ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് നടത്തി 3370 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് സൈഡസ് ലൈഫ് സയൻസ്. US FDA സൈഡിൽ നിന്നും ഡിസാറ്റിനിബ് ടാബ്ലറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നതിനുള്ള അപ്രൂവൽ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സൈഡസ് ലൈഫ് സയൻസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ജെൻസോൾ എഞ്ചിനീയറിംഗിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗും റെഡ്യൂസ് ചെയ്ത് BBB- എന്ന റേറ്റിംഗിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. ഗാലക്സി സർഫക്റ്റൻസ് എന്ന കമ്പനി ITS ഗ്രൂപ്പുമായി ചേർന്ന് സർഫക്റ്റൻസ് മാനുഫാക്ചറിങ്ങിലും പ്രൊക്യൂർമെൻറ്റിനും എഞ്ചിനീയറിങ്ങിനും വേണ്ടി ഒരു കൊളാബറേഷനിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗാലക്സി സർഫക്റ്റൻസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. IOL കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന് യൂറോപ്യൻ ഡയറക്ടറേറ്റ് ഓഫ് ക്വാളിറ്റി മെഡിസിൻ ആൻഡ് ഹെൽത്ത് കെയറിൻ്റെ സൈഡിൽ നിന്നും ഒരു സ്യൂട്ടബിലിറ്റി സർട്ടിഫിക്കറ്റ്, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻ്റഗ്രേഡിയൻ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള സ്യൂട്ടബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ IOL കെമിക്കൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. R System International എന്ന കമ്പനി ആമസോണിൻ്റെ വെബ് സർവീസിന് ആവശ്യമായിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് ഓഫ് തിങ് സ്മാർട്ട് കസ്റ്റമർ ടു കസ്റ്റമർ സർവീസ് ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ R System International എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. GMR എയർപോർട്ട് എന്ന കമ്പനി ബേഡ് ഡൽഹി ജനറൽ ഏവിയേഷൻ സർവീസിൻ്റെ 49% സ്റ്റേക്ക് അക്വിസിഷൻ നടത്തിയിട്ടുണ്ട്. വിപ്രോ എന്ന കമ്പനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് ടെലികോം കമ്പനികളുടെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ടെൽകോ AI 360 എന്ന പേരിൽ പുതിയൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പാക്കേജ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വിപ്രോ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഗ്രേവ്സ് കോട്ടൺ ടെക്നോളജി ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറി ഗ്രേവ്സ് കോട്ടൺ എന്ന കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓറിയൻ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ നിന്നും 1.61 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. വാൻറ്റേജ് ടവേഴ്സുമായി ചേർന്ന് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഡിജിറ്റൽ സർവീസ് ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന കമ്പനി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് മാർച്ച് 10 വിളിപ്പിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.